ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അക്കൗണ്ടിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സ്കിൽ ഓറിയന്റഡ് കോഴ്സുകൾ പഠിച്ച് നമ്മളുടെ നിരവധി സ്റ്റുഡൻസ് ആണ് ദിനം പ്രതി ഇന്ത്യക്കകത്തും പുറത്തും ജോലിയിൽ പ്രവേശിക്കുന്നത്. +2 ഡിഗ്രിയോ കഴിഞ്ഞ് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത് അത് പൂർത്തീകരിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ടുള്ള ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൊഴിലിടങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ടേക്കാം. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഗവൺമെന്റ് ലേബർ കോഡ് പാസാക്കി. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സമഗ്രമായ തൊഴിൽ പരിഷ്കരണം എന്നാണ് ഇതിനെപ്പറ്റി പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. വേതന കോഡ്, തൊഴിലിട സുരക്ഷാ കോഡ്, വ്യവസായ ബന്ധ കോഡ്, സാമൂഹ്യ സുരക്ഷാ കോഡ് എന്നീ 4 ലേബർ കോഡുകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും പുതുതായി ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പോകുന്ന നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില പ്രധാന കാര്യങ്ങൾ ഇതിലുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലാവർക്കും നിയമന കത്ത് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്താണ് നിങ്ങളുടെ തസ്തിക അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ, നിങ്ങൾ തൊഴിലിടത്തിൽ ചെയ്യാൻ പോകുന്ന ജോലികൾ എന്തൊക്കെ, അതുപോലെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി എത്ര എന്നിവ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ ചില കമ്പനികൾ പ്രൊബേഷൻ പീരീഡിൽ ഒരു നിശ്ചിത സാലറിയും പ്രൊബേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞിരുന്ന സാലറിയും തരാമെന്ന് പറയാറുണ്ട്. അക്കാര്യവും വെറുതെ വാക്കാൽ പറയാതെ കൃത്യമായി ഓഫർ ലെറ്ററിലോ അപ്പോയിന്റ്മെന്റ് ലെറ്ററിലോ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിനും അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാതിരിക്കുന്നതിനും അതുപോലെ വാക്കാൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ രേഖപ്പെടുത്തി കിട്ടുവാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. അതുപോലെ മറ്റൊന്ന്, ജോലിക്കായി തൊഴിലിടത്തിലേക്കുള്ള യാത്രയിലോ ജോലിക്ക് ശേഷം മടങ്ങുന്നത് വഴിയോ തൊഴിലിടത്തിൽ വെച്ചോ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന്റെ നഷ്ടപരിഹാരം കമ്പനി നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇനി മുതൽ സാലറി അഥവാ വേതനം സർക്കാർ നിശ്ചയിക്കുന്നതായിരിക്കും. തൊഴിൽ മേഖലയും സ്കില്ലും പരിഗണിച്ചാണ് ഓരോ മേഖലയിലും ഇനി മുതൽ അടിസ്ഥാന സാലറി അല്ലെങ്കിൽ ശമ്പളം സർക്കാർ നിശ്ചയിക്കാൻ പോകുന്നത്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ച് അടിസ്ഥാന ശമ്പളം മാത്രമായിരിക്കും കിട്ടുന്നത്. എക്സ്പീരിയൻസ് അനുസരിച്ചായിരിക്കും സാലറിയിലുള്ള വർധനവ്. അതുപോലെ തന്നെ ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ഉറപ്പാക്കണം. ആഴ്ചയിൽ 48 മണിക്കൂറായി ജോലി സമയം നിജപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ദിവസം നിങ്ങൾ 8 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. 48 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾ ആഴ്ചയിൽ ജോലി ചെയ്യേണ്ടതായിട്ടില്ല. ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ മണിക്കൂറിന് ഡബിൾ പേയ്മെന്റ് വെച്ച് നൽകേണ്ടതായിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് അവരുടെ സമ്മതത്തോടു കൂടി നൈറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അവരുടെ സുരക്ഷയും യാത്രാ സൗകര്യവും കമ്പനി ഉറപ്പ് നൽകേണ്ടതായിട്ടുണ്ട്. എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ സാലറി കൊടുത്തിരിക്കണം. CTCയുടെ 50% ബേസിക് പേ ആയിരിക്കണം എന്നാണ്. നിലവിൽ അങ്ങനെ അല്ലെങ്കിൽ അത് റീസ്ട്രക്ചർ ചെയ്യണം. ഫുൾ ടൈം എംപ്ലോയീസിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്നവർക്കും ഡെലിവറി ബോയ്സ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്നവർക്കും ലഭിക്കേണ്ടതായിട്ടുണ്ട്. 40 വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ എംപ്ലോയീസിനും കമ്പനി വാർഷിക ആരോഗ്യ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി ലഭിക്കുന്നതിന് ഇനി മുതൽ 5 വർഷം ജോലി ചെയ്യേണ്ടതായിട്ടില്ല. 1 വർഷം കഴിഞ്ഞാൽ തന്നെ ഗ്രാറ്റുവിറ്റി ലഭിക്കാൻ അവർ അർഹരാണ്. ഇവയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങൾ. ഒരു HR ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് കേവലം ഒരു എംപ്ലോയിയെ ഹയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഒരു എംപ്ലോയിയുടെ ആവശ്യങ്ങളും ആനുകൂല്യങ്ങളും നേടിക്കൊടുക്കാൻ വേണ്ടി കൂടെ ഉള്ളതാണ്. പേരിന് മാത്രം HR ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വരും. പുതിയ ലേബർ കോഡ് സംബന്ധിച്ചുള്ള വിജ്ഞാപനം അടുത്ത 1.5 മാസത്തിനുള്ളിൽ പുറത്തിറങ്ങും. സർക്കാർ നടപ്പാക്കിയിട്ടുള്ള ഈ ഒരു നിയമങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒരു ഫ്രഷറിന് എത്രത്തോളം ലഭിക്കും എന്നുള്ളത് സംശയമുള്ള ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. Aadi Group of Institutions, the most trusted quality training provider.